ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഇതൊരു ബീറ്ററൊന്നും യൂസ് ചെയ്യാതെ മിക്സിയുടെ ജാറിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള, അതും വിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട. എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് വയ്ക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിലും താഴെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. 2-3 തവണ അരിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുവാണേ. അതിലേക്ക് ഒരു 2 ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കേക്ക് റെസിപ്പി എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ? അത് നമ്മുടെ ബനാന കേക്കാണ്. അപ്പോൾ ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാത്ത ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയുണ്ടല്ലോ, ഗ്രാമ്പൂക്കെ ഇട്ടിട്ട് അതിട്ട് കൊടുക്കാം. കൂടെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണേ. ഞാൻ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കാതെ ഞാൻ അടിച്ചെടുത്തത് മറന്നുപോയി. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഹൈ സ്പീഡിലൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തിട്ടുള്ള ബാറ്റർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേന്ത്രപ്പഴത്തിന് പകരം നമുക്ക് റോബസ്റ്റ പഴം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. റോബസ്റ്റ പഴം വെച്ചിട്ടുള്ള ഒരു ബനാന കേക്ക് റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പഴം അരച്ചതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബനാന കേക്കിനുള്ള സ്മൂത്ത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് ക്രഷ് ചെയ്തിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അത് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഓവനിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 40 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചൊക്കെ ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും കേട്ടോ. ഓരോ ഓവനും ഓരോ മോഡും ടെമ്പറേച്ചറൊക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും അതുപോലെ കുക്കറിൽ ഡയറക്റ്റ് ഒഴിച്ചിട്ടൊക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് കൂടി ചെയ്തിട്ട് നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ ബാറ്ററിൻ്റെ മുകളിൽ നട്ട്സൊക്കെ വേണമെങ്കിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കേക്കൊന്ന് തണുത്ത് വരട്ടെ. നമുക്ക് ഒരു ദിവസമോടെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാവേ. അപ്പോൾ നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിറ്റേ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഏത് കേക്കാണെങ്കിലും ശരിക്കും 1-2 ദിവസം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പം മിക്സിയുടെ ജാറിൽ ആണ് നമ്മളിത് റെഡിയാക്കിയിരിക്കുന്നത്. നല്ല കളർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ളൊരു കേക്കാണ്. ബീറ്ററൊന്നും ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. വേറൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.